യുദ്ധമേൽപ്പിച്ച ആഘാതത്തിൽ ഉഴലുന്ന ഇറാന് സഹായഹസ്തവുമായി ഇന്ത്യ. മനം നിറഞ്ഞ് നന്ദി പറഞ്ഞ് ഇറാനും. നമസ്കാരം, ഞാൻ ജാസ്മിൻ. യുദ്ധക്കെടുതികളാൽ തളർന്നിരിക്കുന്ന ഇറാനിയൻ ജനതയ്ക്ക് ഇന്ത്യ കൈത്താങ്ങേകുന്നു. സംഘർഷഭരിതമായ പശ്ചിമേഷ്യയിൽ ആരോഗ്യമേഖല ഗുരുതര പ്രതിസന്ധി നേരിടുന്ന വേളയിൽ ഇറാനിലേക്ക് ഇന്ത്യ നടത്തിയ വൈദ്യസഹായം ആഗോളതലത്തിൽ ശ്രദ്ധ നേടുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നിന്നുള്ള രണ്ടാം ഘട്ട വൈദ്യസഹായമാണ് ഇറാനിലെത്തിയത്. ജീവൻ രക്ഷിക്കാൻ അനിവാര്യമായ മരുന്നുകളും ചികിത്സാ ഉപകരണങ്ങളും അടങ്ങിയ ഈ സഹായം സംഘർഷത്തിന്റെ ആഘാതത്തിൽ വിറങ്ങലിച്ചിരിക്കുന്ന ഇറാനിലെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് കൈത്താങ്ങായി മാറിയിരിക്കുകയാണ്. ആശുപത്രികളിൽ രോഗികളുടെ തിരക്ക് കൂടുകയും അടിസ്ഥാന സൗകര്യങ്ങൾ സമ്മർദ്ദത്തിലാകുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ സഹായം ഇറാന് വലിയ ആശ്വാസമായി മാറിയിരിക്കുന്നു. ഈ സഹായത്തിന് ഇറാൻ വലിയ വിലയാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ജനങ്ങൾ പ്രകടിപ്പിച്ച സഹാനുഭൂതി, വിശ്വാസ്യത, ആത്മാർത്ഥത എന്നിവയെ പ്രശംസിച്ചുകൊണ്ട് ഇറാനിയൻ പ്രതിനിധികൾ നന്ദിയും രേഖപ്പെടുത്തുകയുണ്ടായി. പ്രതിസന്ധിയുടെ കഠിനഘട്ടത്തിൽ കൈത്താങ്ങുമായി എത്തിയ ഇന്ത്യയുടെ സൗഹൃദ നീക്കം നയതന്ത്ര ബന്ധങ്ങളെക്കാൾ കൂടുതൽ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന വിലയിരുത്തലുകളും പലയിടങ്ങളിൽ നിന്നും വരുന്നുണ്ട്. ഇറാനിയൻ അംബാസഡർ മുഹമ്മദ് ഫത്താലി ഇന്ത്യയോട് നന്ദി പ്രകടമാക്കുകയുണ്ടായി. ഇസ്ലാമിക് റിപ്പബ്ലിക് ഇന്ത്യയോട് എന്നും കടപ്പെട്ടിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ ഇന്ത്യൻ ജനത വലിയ മനസ്സോടെ സഹായിച്ചു. അതിന് ഞങ്ങൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ സർക്കാർ അയച്ച അവശ്യ സഹായത്തിനുള്ള നന്ദി പറഞ്ഞാൽ തീരുന്നതല്ല. മുഹമ്മദ് ഫത്താലി നന്ദി പ്രകടമാക്കി. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുന്ന ഇറാന് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇന്ത്യ ധാരാളം സഹായം കൈമാറിയിട്ടുണ്ട്. മെഡിക്കൽ സഹായം കൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇറാന് സാമ്പത്തിക സഹായവും ഇന്ത്യ നൽകി വരുന്നു. ജമ്മു കാശ്മീരിലെ പൗരന്മാർ പണം, സ്വർണം, വെള്ളി എന്നിവയെല്ലാം നൽകി ഇറാനെ സഹായിക്കുകയുണ്ടായി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്രഭരണ പ്രദേശമായ കാർഗിലിൽ ഇറാന് കൈമാറാനുള്ള തുക ലക്ഷ്യം വെച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ ലേലം നടക്കുകയുണ്ടായി. അതിൽ നിന്ന് ശേഖരിച്ച പണം ഇറാന് കൈമാറി. ഒരു കോഴിമുട്ടയ്ക്ക് 6000 രൂപയും ഒരു ആപ്പിളിന് 1.05 ലക്ഷം രൂപയും എന്ന തോതിലുള്ള വലിയ ലേലമാണ് നടന്നത്. മുതിർന്ന ആളുകൾ ഇറാനെ സഹായിക്കുന്നതിനായി മുന്നോട്ട് വന്നത് കണ്ട് കുട്ടികൾ പോലും തങ്ങളുടെ കൈവശമുള്ള പോക്കറ്റ് മണിയും മറ്റും സംഭാവന ചെയ്യുകയുണ്ടായി. കാർഗിലിൽ ധാരാളം ഷിയ മുസ്ലിം വിഭാഗക്കാരുണ്ട്. ഇറാൻ എന്നത് ഒരു ഷിയ ഭൂരിപക്ഷ രാജ്യവുമാണ്. തങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിനായി കാർഗിലിൽ നിന്ന് വലിയൊരു തുക ഇറാനായി നൽകി കഴിഞ്ഞു. അതേസമയം ഇറാനിയൻ എംബസി ഒരു പ്രത്യേക അറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിക്കരുതെന്നാണ് ഇറാൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ജനത ഞങ്ങൾക്ക് നൽകിയ പിന്തുണ പ്രധാനമാണ്. അതിന് ഞങ്ങൾ അവരോട് നന്ദിയുള്ളവരുമാണ്. മുമ്പ് സാമ്പത്തിക സഹായം സ്വീകരിച്ചിരുന്ന എംബസികളുടെ അക്കൗണ്ടുകൾ ഇപ്പോൾ നിർജീവമാക്കിയിട്ടുണ്ടെന്ന് അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനാൽ എംബസികളുടെ പേരിൽ കാണിച്ചിരിക്കുന്ന മറ്റ് അക്കൗണ്ടുകളിൽ സാമ്പത്തിക സഹായം നിക്ഷേപിക്കരുത്, ഇറാൻ എംബസി അഭ്യർത്ഥിച്ചു. ഒരു വശത്ത് ആഗോള ശക്തികൾ തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ ശക്തമാകുമ്പോൾ മറുവശത്ത് സാധാരണ ജനങ്ങളുടെ ദുരിതം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യ. ഇത് രാജ്യത്തിന്റെ നയതന്ത്രത്തിൽ മനുഷ്യ സ്നേഹത്തിന് നൽകുന്ന പ്രാധാന്യവും കൂടി വ്യക്തമാക്കാൻ പോകുന്നതാണ്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യതയും സ്വാധീനവും വർദ്ധിക്കുന്നതിനും ഈ സംഭവങ്ങൾ കാരണമായേക്കാം. വാർത്തയുടെ നിറം തേടി തനിനിറം.